നമസ്കാരം, ഞാൻ മൃണാൾ. നല്ല ആംബിയൻസ് ഉള്ള നല്ല ഗൂഗിൾ മാപ്പ് റേറ്റിംഗ് ഉള്ള കോയമ്പത്തൂര് പുതിയൊരു റെസ്റ്റോറൻ്റ് ആയത്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഭീകര മെനുവാ. എത്ര പേജ് ഉണ്ടെന്നറിയോ? എന്തൊക്കെ നാട്ടിലെ ക്യുസീൻ വേണോ അതൊക്കെ ഉണ്ട്. ഇവിടെ ഇല്ലാത്തത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളത് കണ്ടുപിടിക്കാൻ കഷ്ടപ്പെട്ടു പോകും. വല്ല കേരള പൊറോട്ട എന്നൊക്കെ പറയേണ്ടി വരും. ഇനി അതും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾ ഈ കാണുന്ന ഒന്നാമത്തെ നമ്പർ പേജ് നമ്പറാണ്. രണ്ടാമത്തത് മെനുവിലെ ഐറ്റംസ് ആണ്. മൂന്നാമത്തത് മെനുവിലെ വെറൈറ്റീസ് ആണ്. കാരണം ഓരോ ഐറ്റത്തിനും അവർ കുറേ വെറൈറ്റീസ് ആഡ് ചെയ്തിട്ടുണ്ട് പലതിനും. വലിയൊരു മെനു ആവുന്ന സമയത്ത് റെസ്റ്റോറൻറ്റിന് ഭയങ്കര സ്ട്രെസ്സാണ്. കിച്ചണിൽ അത്രയും സാധനങ്ങൾ പ്രിപ്പയർ ചെയ്യണം, അത്രയും സാധനങ്ങൾ സോഴ്സ് ചെയ്യണം, സ്റ്റാഫിനെ ട്രെയിൻ ചെയ്യണം. ബ്രാൻഡിൻ്റെ ഐഡൻറ്റിറ്റീനെ അത് ചെറുതായിട്ട് ബാധിക്കാൻ സാധ്യതയുണ്ട്. കസ്റ്റമർ ലോയൽറ്റി ചെറുതായിട്ട് ബാധിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ എന്നിട്ടും അവർ ഇത്രയും വലിയ മെനു മെയിൻറ്റെയിൻ ചെയ്തിട്ട് അത്രയും നന്നായിട്ട് അത് നടത്തുന്നുണ്ട്. കസ്റ്റമർ എന്നുള്ള നിലയിൽ എൻ്റെ പ്രശ്നം എന്തായിരുന്നു വെച്ചാൽ എന്ത് സെലക്ട് ചെയ്യുന്നുള്ളതാണ്. അവസാനം ഒരു ടോമിയമും ഒരു ബർഗറും തീരുമാനിച്ചു. സംഭവം എരിവിൽ മുക്കി കുളിച്ചിരിക്കുകയാണ്. ആ തായ് ജിഞ്ചറിൻ്റെ ഒക്കെ ടേസ്റ്റ് ആണല്ലോ ഇതിൻ്റെ ഒരു ഫ്രഷ്നെസ്. പക്ഷേ പാസ്തയിലോ മറ്റോ ഇടാനോ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇതിനെ ടോമിയമിലിടുന്നു. ഇതിന് ടോമിയമിൽ എന്താ കാര്യം? ചിലപ്പോൾ അവിടെയുള്ള വെജിറ്റബിളൊക്കെ പറക്കിയിട്ടായിരിക്കും. ഒരു കഫേ ആകുമ്പോൾ പലതിനും ഇതൊക്കെ വേണ്ടി വരുമല്ലോ. അവളത് ആസ്പിറാഗസ് ആണോ? അല്ല, അതും കൂടെ ഉണ്ടായിരുന്ന പൂർത്തിയായിരുന്നു. ആ പ്രോൺസ് വേറെ എന്തിനും മാരിനേറ്റ് വെച്ചതെന്ന് തോന്നുന്നു. ഇതിൻ്റെ മുകളിലൊരു മാരിനേഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. അയാൾ എന്നോട് പറഞ്ഞതാ, നല്ല അസൽ ഇന്ത്യൻ ഫുഡുണ്ട്, പ്ലാറ്റർ ഉണ്ട്, നൂഡിൽസ് ഉണ്ട്, ഫ്രൈഡ് റൈസ് ഉണ്ട്. ഇപ്പം ഇതായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവാം. ആവശ്യമില്ലാത്തൊന്ന് ഓർഡർ ചെയ്ത് ബുദ്ധിമുട്ടാണെന്ന് കണ്ടാൽ എന്ത് ചെയ്യാനാ? പറഞ്ഞ കേൾക്കുന്ന സ്വഭാവം എനിക്ക് പണ്ടേ ഇല്ലല്ലോ. ഓൾവേസ് ലിസൺ ടു ദ വെയിറ്റർ. ഇതെന്താ സാധനം? വെയിറ്റർമാർ ഡയറക്റ്റായിട്ടൊന്നും പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഇവരുടെ വരികളുടെ ഇടയിലൂടെ നമുക്ക് വായിക്കാം. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ നല്ലോണം എരിവ് ചേർത്തൊരു ടോമിയം ടേസ്റ്റ്. തായ് ജിഞ്ചർ ഉണ്ട്. ഇവിടെ തൽക്കാലമുള്ള എല്ലാ വെജിറ്റബിളും. ഈ വെജിറ്റബിളൊക്കെ കട്ട് ചെയ്ത് കാണുമ്പോഴേ എന്തോ പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടി കട്ട് ചെയ്ത പോലെ ഇല്ലേ? നല്ല ബർഗറൊക്കെ സെർവ് ചെയ്യുമ്പോൾ സൈഡിൽ വെക്കൂല വെജിറ്റബിൾ നന്നായി കട്ട് ചെയ്തിട്ട്. പ്രോൺസ് നടുവിൽ മുറിച്ചിട്ടുണ്ട്. ദോഷം പറയാമല്ലോ, ഇതിനകത്ത് 4 പ്രോൺസ് ഉണ്ടായിരുന്നു. 4 പ്രോൺസിനും ഉള്ളതിനേക്കാളും കൂടുതൽ സൂപ്പിൻ്റെ ഫ്ലേവർ അതിനകത്ത് വെജിറ്റബിൾസിനുണ്ട്. ആവശ്യത്തെ കൂടുതൽ സ്വീറ്റ്നെസ്സും നല്ലോണം തക്കാളിയുടെ അതിപ്രസരമുണ്ട്. പക്ഷെ സാരമില്ല, നമുക്ക് ബർഗർ കഴിക്കാം. താങ്ക് യു. സൈഡിലുള്ള ഡിപ്പിൻ്റെ ലുക്ക് കൊള്ളാം. മയണൈസിൻ്റെ ആയിരിക്കും. നല്ല ബീഫ് ഇങ്ങനെ സ്വന്തം ബീഫ് തന്നെയാണ്. ഇവിടെ ഫ്രഞ്ച് ഫ്രൈസ് ഇരിക്കുമ്പോഴാണ് ബർഗറിൻ്റെ പുറകെ പോകുന്നത്. ഇവിടെ നാട്ടിൽ കിട്ടാവുന്ന തിരക്കടില്ലാത്ത ഫ്രഞ്ച് ഫ്രൈസാണ്. നന്നായി ഫ്രൈ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല കറക്റ്റായിട്ട് സീസൺ ചെയ്തിട്ടുണ്ട്. ഒരു പിക്ലി ടേസ്റ്റ് ഉണ്ട് മയണൈസിന്. കൊള്ളാം. കാരമലൈസ്ഡ് ഓണിയൻ എല്ലാണ്ടല്ലോ. ആസ് യൂഷ്വൽ ബർഗർ എടുത്തപ്പോഴേക്കും എല്ലാം കയ്യിൽ നിന്ന് പോയി. ടോമിയം പോലെയല്ല, മീൻ ഓതൻറ്റിക് അമേരിക്കൻ ബർഗർ അങ്ങനെ പറയാൻ മാത്രമൊന്നുമില്ല. പക്ഷേ ഇറ്റ്സ് നൈസ്. ഇത് എപ്പിട്ട് ഒരു മിനിറ്റ് ഇതിലൊന്ന് മര്യാദ പഠിപ്പിക്കട്ടെ. മറ്റേ നാട് പിടിക്കാറ്റ് സിനിമയിലെ മാമൂക്കോയുടെ അവസ്ഥയാണ്. എടോ എവിടെ ഇതിനെ മര്യാദ പഠിപ്പിക്കാനൊന്നും പറ്റില്ല. ഞാൻ മര്യാദ പഠിക്കാമെന്നേ ഉള്ളൂ. രണ്ട് കൈ കൊണ്ടേ കഴിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഫോൺ വാട്ടർ ബോട്ടിൽ ചെരിച്ച് വെച്ചിരിക്കുക സ്റ്റാൻഡായിട്ട്. ഇത് നല്ല ബ്രെഡ്,
പെർഫെക്റ്റ്ലി കുക്ക്ഡ് ബീഫ്. ഒരു ബിരിയാണിയാണ്. അപ്പോൾ അത്രയും ഓപ്ഷൻ ഉണ്ടായിക്കൊണ്ട് ഷെഫ് ആരായി. തൊട്ടപ്പുറത്ത് വേണു ബിരിയാണി, സ്റ്റാർ ബിരിയാണി, സകല ബിരിയാണിയുണ്ട്. കാരമലൈസ് ഓണിയനാണ്. ചിലർ പറയാറുണ്ട് മൃണാളിൻ്റെ വീഡിയോ ഒക്കെ കൊള്ളാം, പക്ഷെ ഭക്ഷണം കഴിച്ചിട്ട് താടിയിലും മീശയിലും ഷട്ടിലൊക്കെ ഒന്ന് സൂക്ഷിച്ചൂടെ. നമ്മുടെ റിമാക്കിൻ്റെ CEO പറഞ്ഞ പോലെ ഈയിടെ ഇത് ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെല്ലാവരും മരിച്ചു പോകും. ഇതൊന്നും വൈകാൻ പോകുന്നില്ല, പെട്ടെന്നേ നടക്കാൻ പോകുന്നുള്ളൂ. അതിൻ്റെ ഇടയിൽ കുറച്ച് ബർഗർ താടിയിലായാലും എന്താ, കുറച്ചാൽ മതി. പിന്നെ കയ്യിലായ പാൻറ്റി കുറച്ചാണ്. ഇതിന് ഇപ്പോഴും ബാക്കി കിടക്കുന്ന സാധനങ്ങളാണ്. കോസ്ലോ ആണോ ഉദ്ദേശിക്കുന്നത്? സംഭവം കോസ്ലോ തന്നെ ഉദ്ദേശിക്കുന്നത്. പക്ഷേ തിക്ക് മയണൈസിലെ ഭയങ്കര ഹെവി, കഴിക്കാൻ പറ്റില്ല, എളുപ്പമല്ല. ഇവിടെ ബാക്കിയുള്ള സംഭവങ്ങളും ഈ ബർഗർ പോലെ തരക്കേടുണ്ടാവില്ല എന്നുള്ള പ്രതീക്ഷയോടെ, ടോമിയം പോലെ ആവില്ല എന്നുള്ള പ്രതീക്ഷയോടെ ഒരു ഒലിവ് കഴിച്ചുകൊണ്ട് നിർത്തുന്നു. ഗുഡ് ബൈ. ഒരു ഫ്രഞ്ച് ഫ്രൈസും കൂടെ മനസ്സിലല്ല, ഐസ് ഫ്രൂട്ട് പോലത്തെ മനസ്സാണ്. ഒരു ഫ്രഞ്ച് ഫ്രൈസും കൂടെ അലിയുന്ന മനസ്സാണ്.